ഇറ്റ്സ് മീ ഒരഞ്ചുട്ടി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ബർത്ത്ഡേ വ്ളോഗ് വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രി തന്നെ നമ്മളത് ഏശ്വരി പോയിട്ട് നമ്മുടെ കേക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് കേക്ക് ഓർഡർ ചെയ്തു. അവിടെ തന്നെ ക്യാപ്പും ഹാങ്ങിങ്സും ബലൂൺസും ഒക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ ചേച്ചി ഞാനും കൂടെ അതൊക്കെ ഇരുന്നൊന്ന് സെറ്റാക്കാൻ നോക്കായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ ചെക്കനിടാൻ വേണ്ടി വാങ്ങിച്ച ഡ്രസ്സ് കേട്ടോ. ഒരു ബ്ലൂ കോമ്പിനേഷൻ ഡ്രസ്സാണേ. വിഷുവിൻ്റെ അന്നത്തെ കുറച്ച് പടക്കവും പൂത്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് ഇതായിരുന്നു അവസ്ഥ കേട്ടോ. ചെക്കന് ഭയങ്കര ഇഷ്ടമാണ് പടക്കം പൂത്തിരിയൊക്കെ കത്തിക്കുന്നത്. അതിനാണെങ്കിൽ ഒരു പേടിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം പടക്കവും പൂത്തിരിയൊക്കെ മെത്താപ്പും ഒക്കെ കത്തിച്ച് അങ്ങനെ ഇരുന്നേ. തലേന്ന് അങ്ങാടി പോയിട്ട് തന്നെ എൻ്റെ വകയുള്ള ഗിഫ്റ്റ് ഞാൻ ആദ്യം വാങ്ങി കൊടുത്തു കേട്ടോ. ഒരു സ്കൂൾ ബാഗാണ് വാങ്ങിച്ചിട്ടുള്ള. ആൾക്ക് അത്യാവശ്യമാണ്, ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ട വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിട്ട് ഇങ്ങനെ വിലസാണ് ആൾക്ക്. ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അച്ഛനൊക്കെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. ഇഷ്ടായോ? കുറെ ഇഷ്ടായി. സ്കൂളിൽ കിട്ടു പോവോ? ഫസ്റ്റ് ദിവസം സ്കൂളിൽ കിട്ടു പോവോ? അല്ല ചങ്ങായി, അന്റെ ബർത്ത്ഡേക്കുള്ള ബലൂൺ തന്നെ വീർപ്പിക്കുന്നതാണല്ലേ എനിക്ക്. പിന്നെ രാത്രി എല്ലാരും കൂടെ തലങ്ങും വിലങ്ങും ബലൂൺ വീർപ്പിക്കലായിരുന്നു കേട്ടോ. കുറെ ആളുകളൊന്നുമില്ല, ഞങ്ങൾ ഇനിയുള്ളൂ. എന്നാലും ഒരു രസല്ലേ. പൊട്ടിച്ച പിന്നെ രാത്രി കിടന്നുറങ്ങിയെന്ന് അച്ഛൻ വരെ ബലൂൺ ഒപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒച്ചപ്പാട് കേട്ടിട്ട് വന്നു കേട്ടോ. അങ്ങനെ ചേച്ചി ആ ഹാങ്ങിങ് ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. എവിടെയാ വെക്കാന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇത്രയും ബഹളം ഉണ്ടായിട്ടും കൂർക്കം വലിച്ചതേ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന അമ്മയെ കണ്ടോ നിങ്ങൾ? അതൊരു അപാര കഴിവ് തന്നെയാണ് കേട്ടോ. നമ്മൾ ആ റോപ്പിൽ കയറ്റിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ജസ്റ്റ് ഒന്ന് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. സെറ്റ് ചെയ്ത് നോക്കിയതാണ് കഴിയുമോ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ കിടന്നുറങ്ങിട്ടോ. ബർത്ത്ഡേ ബോയ് എന്താ പരിപാടി? കേക്ക് മുറിക്കണ്ടേ? എപ്പോ? മാമുണ്ടാക്കണ്ടേ? കടായും ബിരിയാണി നെയ്ച്ചോറും? ചെക്കൻ്റെ പിറന്നാളല്ല കേട്ടോ, ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ കടായി നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അമ്മയാണ് ഉണ്ടാക്കുന്നത്. അമ്മ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തിരുമ്പി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ബാക്കി പണികൾ ചേച്ചി ഞാനും അച്ഛനും കൂടിയാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ഈ ക്ലിപ്പിൽ ചെക്കന് ഞാൻ വോയിസോട് കൂടിയിട്ട് ഉമ്മ കൊടുക്കുന്നൊരു സീനാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു പാട്ട് കിടക്കുന്നുണ്ട്. അത് മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് കൊടുത്തിട്ട് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ഉള്ളി തൊളിക്കൽ, ഉള്ളി അരിയൽ അങ്ങനത്തെ കലാപരിപാടിയിലേക്ക് കിടക്കാൻ പോവാണേ. പാട്ടുപാടി മസാല തിരുമ്പിച്ച ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഡ്യൂട്ടി എനിക്കും അച്ഛനും ചേച്ചിക്കാനായിട്ട്. അപ്പോൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ചെക്കൻ്റെ മെയിൻ പരിപാടി എന്നെ കളിയാക്കാന്നാണ് കേട്ടോ. ഹലോ ഗായ്സ്, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാണ് അങ്ങനെ വീഡിയോ ചെയ്യാണെന്ന് പറഞ്ഞ് കളിയാക്കലായിരുന്നു അവൻ്റെ പണി. ഭയങ്കര വണ്ടീന്റെ 2 വീല്. ഇത് ബസ്സാ ട്രെയിനാ? ആഹാ, ഉഷാറാണല്ലോ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്. പൊരിക്കണേൻ്റെ ഇടയിൽ ഒരു കള്ളൻ ചിക്കൻ പീസ് തിന്നു. നെയ്ച്ചോറ് ഇവിടെ റെഡി ആവുന്നു. കടായി ഇവിടെ റെഡി ആവുന്നു. അച്ഛനാണ് കടായി ഉണ്ടാക്കുന്നത്. മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ കടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് അരി ഇടണം. അങ്ങനെ ചോറ് സെറ്റ് ആവാനുണ്ട്. അതുപോലെ പായസം കൂടെ സെറ്റ് ആക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ മക്കൾ വന്നു കേട്ടോ. അപ്പോൾ അവർ 3 ആളും കൂടെ കൂടി ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ സമയം. കേക്ക് വന്നേ. കേക്ക് എത്തപ്പോൾ കേക്കൊക്കെ പുറത്തേക്ക് എടുത്ത് നമ്മൾ അതിന്മേൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വെച്ച് സെറ്റാക്കി. ഉമ്മർത്ത് ടേബിളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ടേബിളൊക്കെ പിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബർത്ത്ഡേ ബോയ് ദച്ചുക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരനായി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. എങ്കിലും കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ദച്ചുട്ട, ഹാപ്പി ബർത്ത്ഡേ.
കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഫുഡിന്റെ പരിപാടിയിലേക്ക് കിടക്കാണ് കേട്ടോ. നെയ്ച്ചോറ് സെറ്റാണ്, അതുപോലെ കടായും സെറ്റാണ്, അതുപോലെ പായസം സെറ്റായിട്ടുണ്ട്. നമ്മൾ അതുപോലെ സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ പേരൊന്നുമില്ല, ഞങ്ങൾ ചെറിച്ചനും അതുപോലെ ഞങ്ങളും അച്ഛനും അതുപോലെ തന്നെ ചേച്ചിയുടെ ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യത്തെ ഒരു റൗണ്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അച്ഛനും എല്ലാവരും അപ്പുറമാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവസാനം ദേ അമ്മയും ഞാനും അച്ഛമ്മയും അതുപോലെ ദേ മാമേൻ്റെ മക്കളായിട്ടുള്ള ഗോകുലും ഗോപിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നതേ ഒരു പിടി പിടിക്കുകയാണ്. രാവിലെ മുതൽ കുറച്ച് പണി കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ അത്യാവശ്യം നല്ലോണം വെട്ടി വിഴുങ്ങി തിന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടായി എന്ന് പറഞ്ഞാലേ. അങ്ങനെ നമ്മൾ ഫുഡ് ഇതേ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം ദേ ഒരു ഗ്ലാസ് പായസം കൂടെ ഞാൻ കുടിച്ചു കേട്ടോ. ആ പായസം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ബെഡിലേക്ക് ഒരു ചാട്ടം ചാടി. അങ്ങനെ നമ്മൾ പായസം ഫുഡൊക്കെ അടിച്ച് നല്ലോണം ഉറങ്ങി ഇതേ ഇപ്പം നീറ്റു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.